എസ് ശ്യാംകുമാറിനൊപ്പം വിഷ്ണു സുരേഷും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണുവിലേക്കാണ് ഇനി. വിഷ്ണു, നമുക്ക് ഇനി അറിയേണ്ടത് ഇപ്പോൾ നേവി തരുന്ന അപ്ഡേറ്റുകൾ, ഒപ്പം കോസ്റ്റ് ഗാർഡ് തരുന്ന അപ്ഡേറ്റുകൾ എന്താണ് എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇനിയിപ്പോൾ ഈ കപ്പൽ പൂർണ്ണമായി മറിഞ്ഞ ഒരു സാഹചര്യമാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് കൂടുതൽ സങ്കീർണവുമാണ് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലെന്താണ് കോസ്റ്റ് ഗാർഡും നേവിയും പറയുന്നത്? പ്രജിൻ, അസാധാരണമായ സാഹചര്യമാണ് നിലവിലുള്ളത്. കോസ്റ്റ് ഗാർഡും നേവിയും വളരെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഈ കപ്പലിനകത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഹസാഡസ് എലമെന്റ് എന്നതിനപ്പുറത്തേക്ക് ഈ കപ്പൽ പൂർണ്ണമായും മറിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ തന്നെ 8 ഡിഗ്രിയോളം ചരിഞ്ഞ രീതിയിലാണുള്ളത്. അത് കൂടുതൽ ശക്തമായി കടൽ പ്രക്ഷുബ്ധമാണ് എങ്കിൽ കപ്പൽ പൂർണ്ണമായും മറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനകത്തുള്ള ആളുകളെ പൂർണ്ണമായും പുറത്തെത്തിക്കുക എന്നുള്ളതിന് തന്നെയാണ് നിലവിൽ പ്രാധാന്യം നൽകുന്നത്. അതിനുവേണ്ടി കൂടുതൽ കപ്പലുകളും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. ഒപ്പം ഇതിൻ്റെ കണ്ടെയ്നറുകൾ ഇരിക്കുന്ന ഭാഗത്ത്, ആ കണ്ടെയ്നറുകൾ ഇരിക്കുന്ന ഭാഗത്ത് ഒരു വശം തന്നെ പൂർണ്ണമായും കണ്ടെയ്നറുകൾ മാറ്റാനുള്ളൊരു ശ്രമമുണ്ട്. അത്തരത്തിൽ വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു ശ്രമം കൂടി നേവിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ശക്തമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. 9 പേർ ഇതിനോടകം തന്നെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് സ്വയമേ എന്നാണ് ലഭിക്കുന്ന വിവരം. അവരെ തിരിച്ച് സുഗമമായി എത്തിക്കാനുള്ള നടപടികളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വൈദ്യപരിശോധന അടക്കം നൽകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. ബാക്കിയുള്ള ആളുകൾ ഏകദേശം 24 പേർ അതിലുണ്ട് എന്നാണ് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുന്ന വിവരം ലഭിച്ചത്. അതിൽ 9 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കി 13 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനാണ്, അല്ലെങ്കിൽ ആ ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലുള്ള എലമെന്റ് അത് സൾഫർ ആണ് എങ്കിൽ ഒരല്പം പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സൾഫർ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നാൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനൊരു കൺഫർമേഷൻ, ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകേണ്ടത് നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമാണ്. കാരണം അവരാണ് അവിടെ ആ പരിശോധന അടക്കം നടത്തുന്നത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം അടക്കം നടത്തുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് കൺഫർമേഷൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുകയും അത് പിന്നീട് ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷനായി മാറുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ദുരന്ത നിവാരണ അതോറിറ്റി ഈ 2 ഏജൻസികളെയും ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് നിലവിൽ ഇവർ ഔദ്യോഗികമായി പറയുന്ന അവരുടെ വെബ്സൈറ്റുകളിലൊക്കെ പങ്കുവെക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങളിലാണ് ഈ കപ്പലിൻ്റെ പേരും അതോടൊപ്പം തന്നെ അതിൻ്റെ രാജ്യവും, എവിടെ നിന്ന് പുറപ്പെട്ടു, ഏത് സമയം, എത്ര പേർ അതിലുണ്ട്, എത്ര പേർ രക്ഷപ്പെട്ടു എന്ന വിവരം ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും പങ്കുവച്ചിട്ടില്ല. കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇന്ത്യൻ നേവി ഇവിടുത്തെ കൊച്ചിയിലെ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഫോർട്ട് കൊച്ചിയിലെ ആസ്ഥാനത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കി മുന്നോട്ട് പോകുകയാണ്. കൃത്യമായൊരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് 2 ഏജൻസികളും വളരെ കൃത്യമായി തന്നെ ഇടപെട്ടിരുന്നു. ഇവർ വിവരമറിഞ്ഞ് പിന്നാലെ തന്നെ ഹെലികോപ്റ്റർ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ ആളുകളെ ഇങ്ങോട്ടേക്ക് കടലിൽ നിന്ന് കരക്കെത്തിക്കാനുള്ള നടപടികളാണ് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത്. ഒരു അസാധാരണമായ സാഹചര്യം, ഒരുപക്ഷേ കേരള തീരത്ത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 28 ഡിഗ്രിയോളം ഒരു ചരക്ക് കപ്പൽ ചരിഞ്ഞിരിക്കുകയാണ്. അത് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചി തുറമുഖത്തേക്ക് എത്തേണ്ട കപ്പലാണ്. കൊച്ചി തുറമുഖത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച ഈ കപ്പൽ മറിഞ്ഞിട്ടുള്ളത്, ചരിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണം അടക്കമുള്ള ഇതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കടല് പ്രക്ഷുബ്ധമാണ്. നേരത്തെ കോസ്റ്റ് ഗാർഡ് പോലീസുമായി, കോസ്റ്റൽ പോലീസുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് കടല് പ്രക്ഷുബ്ധമാണ്, അങ്ങോട്ടേക്ക് പോകാൻ, അതായത് ഒരു പരിധിവരെ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ പ്രക്ഷുബ്ധമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം അടക്കം ഒരുപാട് സമയം വേണ്ട ഒരു പ്രോസസ്സാണ് അത്. പക്ഷേ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ഉള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായി നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആശങ്കയും വേണ്ട. പക്ഷേ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു പ്രതിസന്ധി, നേരത്തെ നമ്മൾ ആദ്യഘട്ടം ഈ വാർത്ത പുറത്തു വന്നത് ഇതിനകത്തുള്ള വാതകവുമായി ബന്ധപ്പെട്ട്, എണ്ണച്ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാനുള്ളത്. ഒഫീഷ്യൽ കൺഫർമേഷനാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇപ്പോൾ മറ്റു ചില വിവരങ്ങൾ കൂടി ഈ കപ്പലുമായി ബന്ധപ്പെട്ട് നമുക്ക് വെസൽ ഫൈൻഡർ നൽകുന്നുണ്ട്. അതായത് ഈ വിഴിഞ്ഞത്തിനും കൊച്ചിക്കും ഇടയിൽ അത് നിരന്തരമായി ഇത്തരത്തിൽ സർവീസ് നടത്തിയിരുന്നു എന്നാണ് ഇതിലെ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നോക്കുക, ഇപ്പോൾ ഈ വെസലിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. വെസൽ നെയിം MSC ELSA 3 എന്ന് പറയുന്ന കപ്പലാണ് ഈ
കണ്ടെയ്നർ ഷിപ്പാണ് ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. അതിന്റെ ടൈപ്പ് എന്താണെന്ന് വ്യക്തമാണ്. കണ്ടെയ്നർ ഷിപ്പാണ്. ലൈബീരിയാണ് അതിലെ ഫ്ലാഗ്. 1997 97 നിർമ്മിച്ചതാണത്. 28 വർഷത്തെ പഴക്കമുണ്ട് ആ ഷിപ്പിനെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ലെങ്ത്, അതിന്റെ നീളം 183.91 മീറ്റർ നീളമുള്ള ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പ് തന്നെയാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ബീമിന്റെ ലെങ്ത്തും കൂടെ തന്നിട്ടുണ്ട്. അതിൽ 25.3 അതിന്റെ മീറ്ററാണ് അതിന്റെ ബീം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അതിലെ മറ്റു വിവരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അവസാനം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തിനും കൊച്ചിനും ഇടയിൽ എത്ര തവണ സഞ്ചരിച്ചിട്ടുണ്ടെന്നൊക്കെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ കൂടി ഇവിടെ നമുക്ക് കാണാം. അതായത് ഏറ്റവും ഒടുവിൽ മെയ് 21 വിഴിഞ്ഞത്തെത്തുകയും അവിടുന്ന് മെയ് 23 ഇന്നലെ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു. അതായത് ഒരു ദിവസവും 18 മണിക്കൂറും വിഴിഞ്ഞത്ത് ഉണ്ടായിരുന്നു, വിഴിഞ്ഞം തുറമുഖത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ അവിടെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2:26 അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുൻപ് മെയ് 17 വിഴിഞ്ഞത്തെത്തിയിരുന്നു. ഇതേ കപ്പൽ മെയ് 17 വിഴിഞ്ഞത്തെത്തിയിരുന്നു. പിന്നീട് മെയ് 18 അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു. അന്ന് 17 മണിക്കൂറും 54 മിനിറ്റും അവിടെ തുറമുഖത്ത് സ്റ്റേ ചെയ്ത ശേഷമാണ്, അല്ലെങ്കിൽ ചരക്കുകൾ ഇറക്കുകയോ കയറ്റുകയോ ചെയ്ത ശേഷമാണ് അവിടുന്ന് പുറപ്പെട്ടത് മനസ്സിലാക്കുന്നു. അതിനു മുൻപ് മെയ് 17 തീയതി 7:39, മെയ് 17 ഉച്ചയ്ക്ക് 2:12 അവിടെ 6 മണിക്കൂർ 33 മിനിറ്റും അവിടെ ആങ്കർ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മറ്റ് വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ വിഴിഞ്ഞത്തേക്ക് തുടർച്ചയായി എത്തിക്കൊണ്ടിരുന്ന ഒരു കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയ മാപ്പിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അറബിക്കടലിൽ MSC എൽസ 3 എന്ന് പറയുന്ന ഈ കപ്പലിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന്, അതായത് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും സഞ്ചരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MSC എൽസ 3യുടെ മറ്റു വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഈ പറയുന്നത് പോലെ വിഴിഞ്ഞത്തേക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ കൂടുതൽ തവണ പോയിക്കൊണ്ടും ഇരിക്കുന്ന ഒരു കപ്പലാണ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടത്. എന്താണ് ഇങ്ങനെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത കാരണം? അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും കടന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് പോലെ അതിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി വളരെ പെട്ടെന്ന് തന്നെ പോവാം. ഇതാ പോർട്ട് കോൾസിൽ നമുക്ക് കാണാം. വിഴിഞ്ഞത്താണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിശദാംശങ്ങളുള്ളത്. മെയ് 21, മെയ് 17, മെയ് 16, മെയ് 14 ഈ സമയങ്ങളിലൊക്കെ തന്നെ വിഴിഞ്ഞത്ത് അതിൽ നങ്കൂരമിട്ടിരുന്നു എന്ന വിശദാംശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ കൊളംബോ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നിരന്തരമായി സർവീസ് നടത്തിയിരുന്ന ഒരു കപ്പൽ കൂടിയാണ് ഈ MSC എൽസ 3 എന്നാണ് വെസൽ ഫണ്ടിൽ നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ.